ഹലോ ഫ്രണ്ട്സ്, നല്ല നാടൻ രീതിയിലുള്ളൊരു മീൻ പുളിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ കുറച്ച് മീൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ചെറിയുള്ളിയാണ്. ഏകദേശം ഒരു 25ഓളം ചെറിയുള്ളി എടുത്ത് ചതച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ തേങ്ങ അരയ്ക്കാൻ ആവശ്യമുള്ള തേങ്ങയും ജീരകവും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു വാളൻപുളി കുറച്ച് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒരല്പം കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഏകദേശം കടുക് പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഉലുവ മൂത്തതിന് സമയത്ത് നമുക്ക് ചെറിയ ഉള്ളി ചതച്ചതിട്ട് കൊടുത്ത് നന്നായി ഒന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളി ഒന്ന് നന്നായി വഴറ്റി വന്ന ശേഷം നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/2 കിലോ മീനോളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു 3 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കതിനനുസരിച്ച് എടുക്കാം. അതേപോലെ തന്നെ നമുക്ക് പുളിയുടെ അളവ് എന്ന് പറയുന്നത് നല്ല പുളി ആവശ്യമുള്ളവർക്ക് അതിനനുസരിച്ചിട്ട് എടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത്. നന്നായി മുളക് പൊടി, മല്ലിപ്പൊടി ആ എണ്ണയിൽ കിടന്ന് നന്നായി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന വാളൻപുളി ഒഴിച്ചു കൊടുക്കാം. അപ്പം ഈ സമയത്ത് നമുക്ക് അതിൽ നമ്മുടെ മീൻ പുളിക്ക് ആവശ്യമായിട്ടുള്ള ഗ്രേവിക്കുള്ള വെള്ളം പോരാ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക. നമ്മളുടെ മീന് മുങ്ങി അത് വെന്ത് വരുന്ന രീതിയിലുള്ള വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇതൊന്ന് നന്നായി ഈ പുളിവെള്ളം ഒന്ന് നന്നായി തിളച്ച് വരണം. ഇതിലേക്ക് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ അളവൊക്കെ നമുക്ക് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ടാണ്. ഇനി നമുക്കിതൊന്ന് നന്നായി തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പുളി ഒന്ന് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് മീനെല്ലാം ഈ പുളിവെള്ളത്തിൽ നന്നായി മുങ്ങിക്കിടക്കുന്ന രീതിയിലാക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 5 മിനിറ്റ് മതിയാവും. ഞാൻ 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയതാണ്. കേട്ടോ, നമ്മുടെ മീനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയാണ്. തേങ്ങ നമ്മൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് എത്ര തിക്കിലാണോ ഗ്രേവി വേണ്ടത്, അതായത് ഒരല്പം ലൂസായിട്ട് വേണോ അതിനനുസരിച്ച് നമുക്ക് ഈ ഗ്രേവി തയ്യാറാക്കി കൊടുത്ത് നന്നായി ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വയ്ക്കാം. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മീൻ പുളിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുകയും ചെയ്യണേ. അപ്പോൾ നമ്മളുടെ മീൻ കറി റെഡിയായി വന്നിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.